നമസ്കാരം. നീണ്ടകരയിൽ പ്രകൃതിയും കടലും ചേർത്തുവെച്ച ദുരന്ത നിമിഷത്തിൽ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് മുന്നേ കൈത്താങ്ങായെത്തി ചവറ നിയമസഭാംഗവും സംസ്ഥാന മന്ത്രിയുമായ ഷിബു ബേബി ജോൺ. അപകടത്തിന്റെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് മുൻപേ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒട്ടും വൈകാതെ വീട്ടിൽ നിന്ന് അതേ വേഷത്തിൽ ദുരന്തമുഖത്തേക്ക് കുതിച്ചെത്തിയ മന്ത്രിയുടെ ഇടപെടലാണ് തീരദേശത്ത് മാതൃകയാവുന്നത്. അതിവേഗ രക്ഷാപ്രവർത്തനം ഇതിലൂടെ യാഥാർത്ഥ്യമായി. അങ്ങനെ ദുരന്ത വ്യാപ്തി കുറഞ്ഞു. രാവിലെ സ്വന്തം വസതിയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരുമായി സംസാരിച്ചു നടക്കുന്നതിനിടയിലാണ് നീണ്ടകരയിൽ ബോട്ട് അപകടത്തിൽ പെട്ട കാര്യം അദ്ദേഹം അറിയുന്നത്. ഏത് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നോ അതിൽ എത്ര പേരുണ്ടെന്നോ തുടക്കത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം അപ്പോൾ തന്നെ ഉൾക്കൊണ്ട മന്ത്രി ധരിച്ചിരുന്ന വസ്ത്രം മാറാൻ പോലും നിൽക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ തീരത്തേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. പ്രദേശത്തെ പല ഉദ്യോഗസ്ഥരും ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നതിനും എത്രയോ മുൻപേ മന്ത്രി നീണ്ടകരയിലെ അപകട മേഖലയിൽ നേരിട്ടെത്തി. ഉദ്യോഗസ്ഥർ എത്തുന്നതും കാത്തുനിൽക്കാതെ അതത് വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംഭവത്തിന്റെ ഭീകരത ബോധ്യപ്പെടുത്തിയത് മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ നടത്തി. തിരുവനന്തപുരത്തെ മുതലപ്പുഴയിലടക്കം അപകടമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്ന ജനതയുണ്ട്. എന്നാൽ നീണ്ടകരയിൽ ആ പ്രശ്നമില്ല. ഷിബു ബേബി ജോൺ അറിഞ്ഞാൽ ഉടൻ ഓടിയെത്തും. സംഭവ സ്ഥലത്തിന് നിലയുറപ്പിച്ചുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ്, കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുകയും രക്ഷാപ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്ന് നേരിട്ട് ഏകോപിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ ഈ അടിയന്തര ഇടപെടലാണ് പ്രദേശത്ത് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ വഴി തുറന്നത്. നീണ്ടകരയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ ദാരുണമായ അപകടത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞു. കടലിൽ കാണാതായ മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ അതീവ ജാഗ്രതയോടെ പുരോഗമിക്കുകയാണ്. അപകട വാർത്തയറിഞ്ഞ് തീരത്ത് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ ബന്ധുക്കളെയും നാട്ടുകാരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും മന്ത്രി മുന്നിലുണ്ടായിരുന്നു. ജനങ്ങളുടെ ആപത്ഘട്ടത്തിൽ പ്രോട്ടോക്കോളും പദവികളും മാറ്റിവെച്ച് ഓടിയെത്തുന്ന ജനനായകന്റെ ഇടപെടൽ ഭരണാധികാരികൾക്ക് വലിയൊരു മാതൃകയാണെന്ന് തീരദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. ദുരന്തത്തിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന മന്ത്രി കാണാതായവരെ കണ്ടെത്തുന്നതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ അവിശ്രമം തുടരുമെന്നും ഉറപ്പു നൽകി. അവധി ദിനങ്ങളിൽ സാധാരണ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഷിബു ബേബി ജോണിന്റെ പ്രവർത്തനം. ശനിയാഴ്ചകളിലും ഞായറാഴ്ചയും വീട്ടിൽ മന്ത്രി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അറിഞ്ഞയുടൻ ദുരന്ത സ്ഥലത്തേക്ക് പാഞ്ഞെത്താൻ മന്ത്രിക്ക് സാധിച്ചത്. വിപത്തുകൾ വരുമ്പോൾ പ്രോട്ടോക്കോളുകളുടെയും ഔദ്യോഗിക വസ്ത്രധാരണത്തിന്റെയും കാവൽ നിൽക്കാതെ ജനങ്ങളുടെ ജീവനാണ് പ്രധാനമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ ഷിബു ബേബി ജോൺ. ഒരു ദുരന്ത വാർത്ത കേട്ട നിമിഷത്തിൽ വീട്ടുവേഷത്തിൽ തന്നെ കടലോളങ്ങളിലേക്ക് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഏതൊരു ജനപ്രതിനിധിക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. ഒരാളുടെ ജീവൻ പൊലിയുകയും 2 പേരെ കാണാതാവുകയും ചെയ്ത ദാരുണമായ ഈ സമയത്ത് ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നത് വരെ പോരാടുമെന്ന് ഉറപ്പോടെ തീരദേശത്തിനൊപ്പം നിൽക്കുന്ന മന്ത്രിയുടെ മാതൃകാപരമായ ഇടപെടലിനെ നെഞ്ചേറ്റുകയാണ് നീണ്ടകരയിലെ ജനങ്ങൾ.